ഞാൻ ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിന് സമാനമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റേത് മതസംഘടനയും വിദ്യാഭ്യാസ പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ? നമ്മുടെ പണ്ഡിതന്മാരെ ചൂണ്ടിയിട്ട് ഇവർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇവർ പഴഞ്ചന്മാരാണ്, പിന്തിരിപ്പന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അഫ്ദലുമാ കോളേജുകളാണ്. അവിടെയാണ് കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ, വിദേശ സർവകലാശാലകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. ഈ സമുദായം വിദ്യാഭ്യാസ രംഗത്ത്, ഈ സംഘടന സമുദായത്തെ പിറകോട്ട് വലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായി ദീനീ വിദ്യാഭ്യാസവും ദീനീ ശിക്ഷണവും അവന്റെ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തേക്ക് മുഴുവനായി തുറന്നുവിടപ്പെടുന്ന ഒരു വലിയ വിദ്യാഭ്യാസ രീതി ഇവിടെ ആവിഷ്കരിച്ചു. അതോടൊപ്പം തന്നെ പുതിയ സമൂഹത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം, കൂട്ടത്തിൽ വെള്ളിയാഴ്ച അവൻ ജുമഅക്ക് പോകണം, നിസ്കരിക്കുന്നവനാകണം, ഖുർആൻ പാരായണം ചെയ്യുന്നവനാകണം. അപ്പൊ എന്തായി? ഭൗതിക വിദ്യാഭ്യാസം നേടി, ആവശ്യത്തിന് മതവിദ്യാഭ്യാസമായി. അപ്പൊ ധാർമ്മിക ബോധമുള്ള, സദാചാര ബോധമുള്ള നല്ലൊരു കുട്ടി. എന്നാൽ നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ കേവലം ഒരു കനേശുമാരി മുസ്ലിമിനെ അല്ല സൃഷ്ടിക്കാൻ താല്പര്യപ്പെട്ടത്. അവർ മദ്രസകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, ദർസുകളിലൂടെ ദീനീ വിദ്യാഭ്യാസം എവിടെയൊക്കെ പഠിപ്പിക്കുന്നു, എവിടെയെല്ലാം ദീനീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ആ ദീനീ വിദ്യാഭ്യാസമെല്ലാം പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നത് കണിശമാണ്. എന്തുകൊണ്ട് അതിൽ ഇത്ര കണിശമായ സമീപനം സ്വീകരിക്കേണ്ടത് എന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, വളരെ പണ്ഡിതോചിതമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. ദീനീ വിദ്യാഭ്യാസം ലഭ്യമായാൽ പോരാ, നിസ്കരിക്കാൻ പഠിച്ചവനായാൽ പോരാ, ഖുർആൻ പാരായണം ചെയ്യാൻ പഠിച്ചവനായാൽ പോരാ, അല്ലെങ്കിൽ കാഴ്ചയിലും നടത്തിപ്പിലും ഇരിപ്പിലും വേഷവിധാനത്തിലും ഇവരൊരു മുസ്ലിം ധാർമ്മിക ബോധമുള്ളവനാണ് എന്ന് തോന്നിയാൽ പോരാ, അവന്റെ വിശ്വാസം ഭദ്രമായിരിക്കണം. വിശ്വാസം ഭദ്രമായിരിക്കണമെങ്കിൽ അവൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആദർശബോധമുള്ള ഒരു തലമുറയായിട്ട് വളർന്നു വരണം. 11,000-ലധികം മദ്രസകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.